നമസ്കാരം. പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഞാൻ അമൃത പണിക്കർ. ഞാൻ അമൽ. ഇന്ന് ഏപ്രിൽ 16 വ്യാഴം, മേടം 3-ാം തീയതി. ഇന്ന് നിർണായകമായ ഒരു ബില്ല് ലോക്സഭയിൽ വരികയാണ്, വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട്. അതിൽ വരെ പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധവും ഉണ്ടാവുന്നുണ്ട്. അതെ, യഥാർത്ഥ ലക്ഷ്യം വനിതാ സംവരണമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്തായാലും ലോക്സഭയിലെ സീറ്റ് എണ്ണം 850 ഉയർത്തി വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിലെത്തുന്നു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. 3 ബില്ലിനെയും എതിർത്ത് വോട്ട് ചെയ്യാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. പാർലമെന്റിൽ 3-ൽ 2 ഭൂരിപക്ഷമുണ്ടെങ്കിലേ ബില്ല് പാസ്സാക്കാനാകൂ. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് പാർലമെന്റ് പരിഗണനയ്ക്ക് വരികയാണ്. നമുക്കറിയാം, വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അത് ശക്തമാക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ആരായിരിക്കും ബില്ല് സഭയിൽ അവതരിപ്പിക്കുക? പ്രധാനമന്ത്രി സംസാരിക്കാനിടയുണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാം? ഗുഡ് മോർണിംഗ് അമൃത. അമൽ, എന്തായാലും ഈ നേരത്തെ തന്നെ പാസ്സാക്കിയതാണ് വനിതാ സംവരണ ഭേദഗതി ബില്ല്. അത് വീണ്ടും വരുമ്പോൾ അവിടെ 3 ബില്ലുകളാണ് ഇന്ന് പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. അതിലൊന്ന് വനിതാ സംവരണ ഭേദഗതി ബില്ലും അതിനോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയ ബില്ലും പിന്നെയുള്ളത് കേന്ദ്ര ഭരണ നിയമ ഭേദഗതി ബില്ലുമാണ്. അങ്ങനെ 3 ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഈ സഭയിൽ അവതരിപ്പിക്കാനായി വരിക. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആയിരിക്കും ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് വനിതാ സംവരണ ഭേദഗതി ബില്ലിനെതിരല്ല പ്രതിപക്ഷം. പക്ഷേ ഈ മണ്ഡല പുനർനിർണയം എന്ന് പറയുന്ന ബില്ല് അത് കൃത്യമായി BJP രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി കൊണ്ടുവരുന്നതാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതാണ്. അതിനിടയിലാണ് ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് എന്ന പേരിൽ അതിന്റെ മറവിൽ ഈ മണ്ഡല പുനർനിർണയ ബില്ല് ഒപ്പം തന്നെ കേന്ദ്ര ഭരണ നിയമ ഭേദഗതി ബില്ല് എന്നിങ്ങനെ 2 ബില്ലുകൾ കൂടി കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും ആ ഘട്ടങ്ങളിൽ പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നു എന്ന തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് നേട്ടം കൊയ്യുക എന്നത് BJPയുടെ ഒരു ലക്ഷ്യമാണ്. മറ്റൊന്ന്, ഈ മണ്ഡല പുനർനിർണയത്തിലൂടെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അത് ഉത്തരേന്ത്യയിൽ രൂപീകരിച്ചെടുക്കുക എന്ന ഒരു പദ്ധതി കൂടി BJP ലക്ഷ്യമിടുന്നുണ്ട്. അതായത് BJPക്ക് നേട്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് മേൽക്കൈ കിട്ടുന്ന ഇടങ്ങൾ അവിടെ മണ്ഡലങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്ന 2029 തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുക, 3-ൽ 2 ഭൂരിപക്ഷം നേടിയെടുക്കുക. അതിലൂടെ ഈ ഭരണഘടനാ ഭേദഗതിയെല്ലാം അവരുടെ ഇഷ്ടപ്രകാരം നടത്തുവാൻ കഴിയും. അതിനുള്ള പദ്ധതികളാണ് BJP നടത്തുന്നത് എന്നതാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. എന്തായാലും ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ 18 മണിക്കൂർ ചർച്ച ഈ ബില്ലിന്മേൽ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. രാജ്യസഭയിലും ഈ ബില്ലിന്മേൽ ചർച്ചകൾ നടക്കും. പ്രധാനമന്ത്രി എന്തായാലും സഭയിൽ സംസാരിക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അത് ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. പ്രതിപക്ഷം പറയുന്നത് ഉറപ്പായും ഈ മണ്ഡല പുനർനിർണയ ബില്ലിനെയും ഒപ്പം തന്നെ കേന്ദ്ര ഭരണ നിയമ ഭേദഗതി ബില്ലിനെയും ശക്തമായി തന്നെ എതിർക്കും, അതിനെതിരെ വോട്ട് ചെയ്യും എന്ന് പ്രതിപക്ഷം ഇന്നലെ തന്നെ അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഇന്നലെയാണ് ഇന്ത്യ മുന്നണി യോഗം ചേർന്നത്. ആ യോഗത്തിൽ നേതാക്കൾ എടുത്ത തീരുമാനവും അത് തന്നെയാണ്. അതായത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിപ്പോൾ പറഞ്ഞല്ലോ 3-ൽ 2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ബില്ലിന്റെ അംഗീകാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ബില്ല് തള്ളിപ്പോകാനുള്ള സാധ്യതകൾ അത് എത്രത്തോളമാണ് അച്യുതൻ? അമൃത, തീർച്ചയായിട്ടും ആ 3-ൽ 2 ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷ പിന്തുണ ഇല്ലാതെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു അനുകൂല സാഹചര്യം അല്ലെങ്കിൽ പ്രതിപക്ഷ പിന്തുണ ഇല്ലാതെ ഈ ബില്ല് പാസ്സാക്കുവാനായി കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി തേടിക്കൊണ്ട് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരും ഈ പ്രതിപക്ഷത്തോട് സംസാരിക്കുകയും പ്രധാനമന്ത്രി നേരിട്ട് എംപിമാർക്ക് കത്തയക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഒരു പിന്തുണ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ആവശ്യമായ ഒരു ഘടകമാണ്. എന്നാൽ എംപിമാർ പറയുന്നത് ഇതിനെ ഇപ്പോൾ അനുകൂലിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് വലിയ ദോഷം ചെയ്യും. കാരണം അവർക്ക് അനുകൂലമായ ഇടങ്ങളിലെ ഈ സീറ്റ് വർദ്ധിപ്പിക്കുന്നത് അവർക്ക് സ്വന്തമായി ഈ 3-ൽ 2 ഭൂരിപക്ഷം നേടിയെടുക്കുവാനും ഒപ്പം അതിലൂടെ ഭരണഘടനാ ഭേദഗതികൾ അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നടത്തുവാനുമാണ് BJP പദ്ധതിയിടുന്നത്. അപ്പോൾ അത് അനുവദിച്ചുകൂടാ എന്നതാണ് പ്രതിപക്ഷം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിമർശനമായി ഉന്നയിക്കുന്നത്.
എന്തായാലും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ സമ്മേളന നടപടികൾ, പാർലമെന്റ് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. അമൃത അമൽ. ഏതായാലും ബില്ല് ഇന്നിപ്പോൾ സഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യം. അറച്ചുതനാണ് വിവരങ്ങൾ നൽകിയത്. വനിതാ സംവരണത്തിന്റെ പേര് പറഞ്ഞ് മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയത്തിലേക്കുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ഫ്രാൻസിസ് ജോർജ് MP 24നോട്. പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ശ്രമമാണ് BJPയുടേതെന്നും ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. വനിതാ സംവരണത്തിന് തങ്ങൾ ആരും എതിരല്ല, കേന്ദ്ര സർക്കാരിന്റെ മറ്റു ഗൂഢനീക്കങ്ങളെ എതിർക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ഇത് വളരെ ഒരു ഗൂഢമായൊരു നീക്കമാണ്. കാരണം ഇത് വനിതാ സംവരണത്തിൻ്റെ പേര് പറഞ്ഞ് ഈ രാജ്യത്ത് പുതിയ ഈ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയത്തിനുള്ളൊരു നീക്കം നടത്തിയാണ്. അതിലൂടെ വരും കാലങ്ങളിൽ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം, 2/3 ഭൂരിപക്ഷം പാർലമെൻറ്റിലും കഴിയുന്നത്ര നിയമസഭകളിലും ഉറപ്പാക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമാണ്. വനിതാ സംവരണത്തിന് ഞങ്ങൾ ആരും എതിരല്ല, ഒരു പ്രതിപക്ഷ കക്ഷിയും അതിനെതിരല്ല, എല്ലാവരും ഏകസ്വരത്തിൽ അതിനെ പിന്തുണയ്ക്കും. പക്ഷേ അതിൻ്റെ മറവിൽ ഈ ഒരു ഗൂഢനീക്കം നടത്തുന്നതിന് അതിശക്തമായിട്ട് എതിർക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത് ഈ രാജ്യത്തെ ജനാധിപത്യ ഫെഡറൽ വ്യവസ്ഥിതിക്ക് വലിയ ഭീഷണിയാണ്. ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നീക്കം നടത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. വനിതാ സംവരണ ബില്ലിനെയല്ല, അതിനെ അട്ടിമറിക്കുന്ന മണ്ഡല പുനർനിർണയ നീക്കത്തെയാണ് എതിർക്കുന്നതെന്ന് VCK ജനറൽ സെക്രട്ടറി D. രവികുമാർ MP 24നോട് പറഞ്ഞു. സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിക്കാതെയാണ് ഈ നീക്കം നടത്തുന്നത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റ് വിഭജിക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് നേട്ടമുണ്ടാകുമെന്നും D. രവികുമാർ 24നോട്. அதற்கு பிறகு தென் மாநிலங்களை பற்றி யாருமே கவலைப்பட மாட்டார்கள். வட மாநிலங்கள், அது குறிப்பாக ஒரு 3-4 மாநிலங்களில் உத்தரப்பிரதேசம், மத்திய பிரதேசம், பீகார், ராஜஸ்தான், இந்த 4 மாநிலங்களில் மட்டும் வெற்றி பெற்றால், அங்கே இடங்களை கைப்பற்றிவிட்டால் இந்தியாவை ஆளலாம் என்கிற நிலை உருவாக்கிவிடும். இது ஒட்டுமொத்தமாக இந்தியாவையே தலைகீழாக மாற்றிவிடும். இதனால் மேற்கு வங்கம், ஒடிசா, தென் மாநிலங்கள், வடகிழக்கு மாநிலங்கள் எல்லாமே பாதிக்கப்பட இருக்கின்றன. മണ്ഡല പുനർനിർണയത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാൻ തന്നെയാണ് DMKയുടെ തീരുമാനം. ഇന്ന് തമിഴ്നാട്ടിൽ കറുത്ത കൊടികൾ ഉയർത്തി പ്രതിഷേധിക്കാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആഹ്വാനം ചെയ്തു. DMK പ്രവർത്തകർ വീടുകളിലും പാർട്ടി ഓഫീസുകളിലുമായാണ് കൊടിയുയർത്തി പ്രതിഷേധിക്കുക. ആദ്യഘട്ടമെന്ന നിലയിലാണ് കരിങ്കൊടി പ്രതിഷേധം. മണ്ഡല പുനർനിർണയത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും MK സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 2029 പൊതു തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ വനിതാ സംവരണ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. ഒപ്പം അടുത്ത സെൻസസ് വരെ കാത്തിരിക്കാതെ 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയവും നടപ്പാക്കുന്നതാണ് 131ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല്. മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിനായി മണ്ഡല പുനർനിർണയ കമ്മീഷൻ രൂപവൽക്കരിക്കും. എന്താണ് മണ്ഡല പുനർനിർണയ ബിൽ? സംവരണ ബിൽ നടപ്പാക്കിയാൽ എത്ര വനിതകൾ ലോക്സഭയിലെത്തും? മണ്ഡല പുനർനിർണയ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എങ്ങനെ? വിശദമായി പരിശോധിക്കാം. ലോക്സഭയിലെ സീറ്റെണ്ണം പരമാവധി 850 ഉയർത്തി 33% വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭ, നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം പുനഃക്രമീകരിക്കാനാണ് നീക്കം. എങ്ങനെയാണ് ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് എന്ന് നോക്കാം. 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ് സീറ്റുകളുടെ എണ്ണം ഇപ്പോൾ കാണുന്ന 543 എന്ന നിലയിലേക്ക് എത്തിച്ചത്. 1971 സെൻസസ് അടിസ്ഥാനമാക്കി 1972 തന്നെ സീറ്റ് നില 489 നിന്ന് 543 ഉയർത്തിയിരുന്നു. തുടർന്ന് ഭേദഗതിയിലൂടെ 543 സീറ്റ് നിലനിർത്തുകയും 2000 വരെ സീറ്റ് വർദ്ധിപ്പിക്കരുത് എന്ന് നിയമം പാസാക്കുകയും ചെയ്തു. തുടർന്ന് 2001 84ാം ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരം ലോക്സഭാ സീറ്റ് ക്രമീകരണം 2026 വരെ 543 തുടരണമെന്ന് നിഷ്കർഷിച്ചു. നിയമസഭകളിലെ സീറ്റ് എണ്ണത്തിലും 2026 വരെ മാറ്റം പാടില്ലെന്നും അന്ന് വാജ്പേയി സർക്കാർ അവതരിപ്പിച്ച ഭേദഗതിയിൽ പറയുന്നു. 2023 നാരി ശക്തി വന്ദൻ അധിനിയം എന്ന വനിതാ സംവരണ നിയമം മോദി സർക്കാർ കൊണ്ടുവന്നു. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തുന്നതായിരുന്നു നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതിയിലൂടെ നിയമം പാസാക്കി.
ഇതിനു പിന്നാലെയാണ് 131 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇപ്പോൾ മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കുന്നത്. ബിൽ പാസായാൽ ലോക്സഭയിലെ 543 സീറ്റുകൾ 850 ഉയരും. ഇതിൽ 815 അംഗങ്ങൾ സംസ്ഥാനങ്ങളിൽ നിന്നും 35 പേർ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായിരിക്കും. 1/3, അതായത് 284 സീറ്റുകൾ വനിതകൾക്ക് സംവരണം ചെയ്യാനും നിയമത്തിൽ പറയുന്നു. പട്ടികജാതി പട്ടികവർഗ സീറ്റിലും വനിതകൾക്ക് സംവരണമുണ്ടാകും. ഇനി എന്തുകൊണ്ടാണ് നിയമത്തെ പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്നത് എന്ന് നോക്കാം. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ജനസംഖ്യാ നിയന്ത്രണം മികച്ച രീതിയിൽ നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നു. മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ കുതിച്ചുയരുമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ചുരുങ്ങുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ഉദാഹരണമായി യുപിയിലെ 80 സീറ്റ് 120ലേക്ക് ഉയർന്നാലും കേരളത്തിലെ 20 സീറ്റ് 30 മാത്രമേ ഉയരൂവെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ സീറ്റ് വർദ്ധിപ്പിച്ച് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നുവെന്നും ആരോപണം ഉയരുന്നുണ്ട്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്താൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷം സർക്കാരിന് ലഭിച്ചേക്കില്ല. ബിൽ പാസായാൽ അടുത്ത നടപടി മണ്ഡല പുനർനിർണയ കമ്മീഷനെ നിയമിക്കുക എന്നതാണ്. ഒരു സുപ്രീം കോടതി ജഡ്ജി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണറോ കമ്മീഷനിൽ അംഗമാകും. അതത് സംസ്ഥാനത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷനിലെ മറ്റൊരു അംഗമാണ്. ഓരോ സംസ്ഥാനത്തും 10 അസോസിയേറ്റ് അംഗങ്ങളും കമ്മീഷനിൽ ഉണ്ടായിരിക്കും. 5 ലോക്സഭാ എംപിമാർ, 5 MLAമാർ എന്നിവരായിരിക്കും അസോസിയേറ്റ് അംഗങ്ങൾ. റിസർച്ച് ഡെസ്ക് 24. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ മാധ്യമ ചർച്ചകളിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പിന്തുണച്ച് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ രംഗത്തെത്തുകയാണ്. കെ സുധാകരന് പിന്നാലെ റോജി എം ജോൺ, സന്ദീപ് വാര്യർ, രമ്യ ഹരിദാസ്, ലൂഷ്യസ് സേവ്യർ, ബിനു ചുള്ളിയിൽ, അനിതാ ബാബു തുടങ്ങിയവർ KC അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചു. KC വേണുഗോപാലിനെ പിന്തുണച്ച് ഫേസ്ബുക്ക് കുറിപ്പിട്ട കെ സുധാകരനെതിരെ വൻ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. ജിബിൻ JB ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, നേരത്തെ രമേശ് ചെന്നിത്തലയൊക്കെ അനുകൂലിച്ച PJ കുര്യൻ രംഗത്ത് വന്നിരുന്നു, മുഹമ്മദ് ഷിയാസ് VD സതീശന് വേണ്ടി രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു, അവരത് തിരുത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടി കെ സുധാകരൻ രംഗത്തെത്തിയതിന് പിന്നാലെ ഒട്ടേറെ നേതാക്കൾ ഈ ചുവട് പിടിച്ച് സമാനമായ രീതിയിൽ KCയെ അനുകൂലിക്കുകയാണല്ലേ? ഗുഡ് മോർണിംഗ് അമല, അമൃത. അത് തന്നെയാണ് കാരണം. കഴിഞ്ഞ ദിവസമാണ് ചില ചാനൽ ചർച്ചകളിൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചില ചർച്ചകൾ ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും യുവജന നേതാക്കളും രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യം ഇത്തരത്തിൽ പ്രതികരിച്ചത് കെ സുധാകരനാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് കെ സുധാകരൻ ഒരു FB പോസ്റ്റ് ഇട്ടത്. കാരണം താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തെ നന്നായി അറിയാം, പ്രവർത്തകരെ സ്വാധീനിക്കാനും അറിയാം. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടാണ് KC വേണുഗോപാൽ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ കാലമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടമെന്നാണ് കെ സുധാകരൻ പങ്കുവച്ചത്. അങ്ങനെ ഒരാളുടെ നേതൃത്വം കേരളത്തിന് ഇപ്പോൾ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്തത്. അതായത് കെ സുധാകരൻ ലക്ഷ്യം വയ്ക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ വരണമെന്ന് തന്നെയാണ്. കാരണം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കെ സുധാകരന് കണ്ണൂരിലെ സീറ്റ് നഷ്ടമായതിന് പിന്നിൽ VD സതീശൻ, സണ്ണി ജോസഫ് പക്ഷമാണ് എന്നാണ് കെ സുധാകരന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കെ സുധാകരനെ എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യർ, റോജി എം ജോൺ, അനിതാ ബാബു തുടങ്ങി ലൂഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരുടെ എല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് KC വേണുഗോപാൽ നേതൃനിരയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ പാർട്ടി തന്നെ നയിക്കാനായി എത്തുന്നത് കോൺഗ്രസ് തുടർച്ചയായി വിജയിച്ച ഒരു സാഹചര്യത്തിലാൽ തുടർച്ചയായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തോൽവികൾ ഏറ്റുവാങ്ങിയ ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് പാർട്ടിയെ നയിക്കാൻ KC വേണുഗോപാൽ എത്തിയത്. അങ്ങനെ ഒരാളെ തള്ളിപ്പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ KCക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ സമയത്ത് ആദ്യമായി ഒരു മുഖ്യമന്ത്രി ചർച്ച കൊണ്ടുവന്നത് PJ കുര്യനാണ്. PJ കുര്യൻ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെയാണ് VD സതീശന് വേണ്ടി തെരഞ്ഞെടുപ്പിന് ശേഷം മുഹമ്മദ് ഷിയാസ്, എറണാകുളം ജില്ലാ അധ്യക്ഷൻ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെന്നാണ്
എന്നാണ് ഹൈബീഡനെ പോലെയുള്ള മുൻനിര നേതാക്കളൊക്കെ തന്നെ പറയുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് KCക്ക് വേണ്ടി കെ സുധാകരൻ രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു പ്രതികരണം KCയുടെ ഭാഗത്ത് സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സമയത്ത് അത് പാർട്ടി തന്നെ അല്ലെ ഹൈക്കമാൻഡ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തീരുമാനിക്കുമെന്നാണ് മുതിർന്ന നേതാക്കൾ നിലപാടെടുത്തത്. അതിനുശേഷമാണ് അത്തരം ഒരു ചർച്ച കോൺഗ്രസിൽ അവസാനിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ചില ചാനൽ ചർച്ചകളിൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തെ പരിഹസിച്ചുകൊണ്ട് ചില ചർച്ചകൾ വന്നത്. അതിന് പിന്നാലെയാണ് എന്തായാലും വീണ്ടും ഈ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് KC വേണുഗോപാൽ വരട്ടെ എന്നുള്ള തരത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് കെ സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളും യുവജന നേതാക്കളും ഒക്കെ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി ഇതിൽ പാർട്ടിയിലെ തന്നെ മറ്റുള്ള നേതാക്കൾ ഇന്ന് എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിലെ UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകണം 3 പേരുടെ പേരുകളാണ് നിലവിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും യുവജന നേതാക്കളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഈ 3 പേരുകളാണ്. പലരും അത് പരസ്യമായി പുറത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടി നിലപാട് എന്താണ്, പ്രത്യേകിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെയും ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമലേന്റെ അമൃത. ശരി, ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി VD സതീശനെ അനുകൂലിക്കുന്നവരുടെയും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരുമൊക്കെ ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമായിരിക്കും? അത് തന്നെയാണ്. ഇതിപ്പോ കെ സുധാകരനെ നോക്കുകയാണെങ്കിൽ ഒരു പിന്തുണ കൊടുത്തിട്ട് വലഞ്ഞു പോയൊരവസ്ഥയാണ്. ഫേസ്ബുക്കിലൊക്കെ കമന്റ് ബോക്സ് ഒക്കെ പൊട്ടിക്കേണ്ട അവസ്ഥയാണ്. അതിനും മാത്രം വിമർശനങ്ങളാണ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി ഇന്ന് കോളേജിൽ തെളിവെടുക്കും. സർവകലാശാല ഭരണസമിതി അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും കോളേജിലെത്തി ഡോക്ടർ MK റാമിനെ പുറത്താക്കണമെന്ന് മാനേജ്മെന്റിനോട് ആവശ്യപ്പെടും. യുവജന കമ്മീഷന്റെയും SC/ST വകുപ്പിന്റെയും തെളിവെടുപ്പും ഇന്ന് നടക്കും. അനീഷ് ദേവസ്യ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീഷ്, പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. വലിയ പരാതികൾ ഈ അധ്യാപകനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അലുമിനി ആവശ്യപ്പെടുന്നുണ്ട് കോളേജിനെതിരെ അന്വേഷണം വേണമെന്ന്. അപ്പോൾ തീർച്ചയായും കൂടുതൽ നടപടികളിലേക്കൊക്കെ കടക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? അമൃത, ഗുഡ് മോർണിംഗ്. ഈ കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ 1ാം വർഷ ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാകുകയാണ്. ഈ പ്രതിഷേധത്തെ തുടർന്ന് ഈ ആരോപണ വിധേയരായ വകുപ്പ് മേധാവി ഡോക്ടർ രാം, ഡോക്ടർ സംഗീത എന്നിവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവരെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. നിലവിൽ ഈ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയതിനെ തുടർന്ന് ഡോക്ടർ രാം, ഡോക്ടർ സംഗീതയും ഒളിവിൽ പോയിരിക്കുകയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവരെ ഉടൻ കണ്ടെത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തും. പ്രിൻസിപ്പൽ, അതുപോലെ വിദ്യാർത്ഥികൾ എന്നിവരുടെ മൊഴിയാണ് ഇന്ന് ഈ അന്വേഷണ സംഘം രേഖപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം നിതിൻ രാജിന്റെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും ഈ കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അതേസമയം 1ാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ ഇന്ന് പുനരാരംഭിക്കും. ഇവരും രക്ഷിതാക്കളും ഇന്ന് കോളേജിലെത്തും. തുടർന്ന് പ്രിൻസിപ്പാളിനോട് ഈ ആരോപണ വിധേയരായ അധ്യാപകരെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടും. ഏതായാലും ഈ അവസാന വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസ് ബഹിഷ്കരണം തുടരുകയാണ്. അവർ ഇന്നലെയും ക്ലാസുകൾ ബഹിഷ്കരിച്ചിരുന്നു. ഇന്ന് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ട്. ഒപ്പം ഈ ഡോക്ടർ റാമിൻ്റെ ഒരു ക്ലിനിക്ക് ഈ അഞ്ചരക്കണ്ടിയിൽ പ്രവർത്തിക്കുന്നു. അങ്ങോട്ട് DYFI ഇന്ന് മാർച്ച് സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വിദ്യാർത്ഥികൾ ഓരോ ദിവസവും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യ ദിവസങ്ങളിലൊന്നും വിദ്യാർത്ഥികൾ ഈ പരാതി പറയാൻ രംഗത്തെത്തിയിരുന്നില്ല. അവർക്ക് ഭയമാണെന്നാണ് മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ കൂടുതൽ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വകുപ്പ് മേധാവി ഡോക്ടർ റാമിനെതിരെയാണ് കൂടുതൽ പരാതികളും വരുന്നത്. ഡോക്ടർ സംഗീതയ്ക്കെതിരെ പരാതികൾ കുറവാണ്. ഏതായാലും ഇവരെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്ന് ഇന്ന് ഈ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ആവശ്യപ്പെടും. അതുപോലെ തന്നെ ഈ കോളേജിൻ്റെ ഭാഗത്തുനിന്നോ സർവകലാശാലയുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും രീതിയിലൊരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കുമെന്നാണ് ഈ കോളേജിൻ്റെ സർവകലാശാല വൈസ് ചാൻസലറായ മോഹൻ കുന്നുമൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത്. അമൃത. ശരി അമൽ, ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അതൊരു കാര്യം. അത് ഇപ്പോഴും ഇവർക്കെതിരെ നടപടി ഉണ്ടാകും, പുറത്താക്കുമെന്നൊക്കെ പറയുമ്പോഴും പുറത്താക്കിയിട്ടില്ല, സംരക്ഷിച്ചു നിർത്തുന്നൊരു നിലപാടാണ് മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും ഇത്രയും ദിവസമായിട്ടും 2 പ്രതികളും എവിടെയാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പോകുന്നത് ഇറാനിലേക്ക് തന്നെയാണ്. വെടിനിർത്തൽ നീട്ടാൻ അമേരിക്ക ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളി വൈറ്റ് ഹൗസ്. നിലവിൽ അത്തരം ഔദ്യോഗിക ആലോചനകൾ നടന്നിട്ടില്ല എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കുന്നത്.
അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ തന്നെ നടക്കാനാണ് സാധ്യതയെന്നും ലെവിറ്റ് പറഞ്ഞു. മധു കൊട്ടാരക്കരയുണ്ട് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഇന്നിപ്പോൾ നേരത്തെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ചർച്ച അലസിപ്പിരിഞ്ഞിരുന്നു. അതിൽ തീരുമാനമൊന്നുമായില്ല. ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയാണ് നടക്കാൻ ഇരിക്കുന്നത്. എന്തെല്ലാം പ്രതീക്ഷകളുണ്ട്? ഗുഡ് മോർണിംഗ് അമൽ, അമൃത. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് പാകിസ്ഥാൻ മുൻകൈ എടുത്ത് അവരുടെ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇന്നലെ ടെഹ്റാനിലെത്തി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്ലാമാബാദിൽ ആദ്യ ചർച്ചകൾ പരാജയപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നിർണായക നീക്കം ഉണ്ടായത്. ഈ ടെഹ്റാനിലെത്തിയ പാക് പ്രതിനിധി സംഘം അമേരിക്കയിൽ നിന്നുള്ള ഒരു സന്ദേശം ഇവരുടെ കൈവശം കൊടുത്തുവിട്ടിരുന്നു. ഈ സന്ദേശം ഇറാൻ ഭരണകൂടത്തിന് കൈമാറിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നാൽ ഈ വെടിനിർത്തൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീട്ടാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള മധ്യസ്ഥ ശ്രമം നടക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ നിലവിലെ ഈ വെടിനിർത്തൽ നീട്ടുന്നതിന് അമേരിക്ക ഔദ്യോഗികമായിട്ട് ശ്രമിച്ചിട്ടില്ലെന്ന് ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ വൈറ്റ് ഹൗസ് വക്താവ് കാരൻ ലെവിറ്റ് പറഞ്ഞു. രണ്ടാം ഘട്ട ചർച്ചകൾ ഇസ്ലാമാബാദിൽ തന്നെ നടക്കാനാണ് സാധ്യതയെന്നും ലെവിറ്റ് സൂചിപ്പിക്കുകയും ചെയ്തു. വൈറ്റ് ഹൗസ് പറയുന്നത് മാത്രമാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം, അല്ലാതെ മറ്റു വാർത്തകളെ ആശ്രയിക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം നടപ്പിലാക്കിയതോടെ ഇറാനിലേക്കും അതുപോലെ തിരിച്ചുമുള്ള സാമ്പത്തിക ഇടപാടുകൾ അതുപോലെ സമുദ്ര വ്യാപാരം ഒക്കെ പൂർണ്ണമായിട്ട് നിലച്ചതായിട്ടാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കാനും അതുപോലെ അവിടെ നിന്ന് പുറത്തു പോകാനും ഏതാണ്ട് 9 കപ്പലുകൾ ശ്രമിച്ചതായിട്ട് അവർ പറയുന്നു. അതിനെ തടയുകയും ചെയ്തു എന്ന് പറയുന്നു. അതേസമയം ഇറാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാനെ ഉപരോധം കൊണ്ട് തളയ്ക്കാനാകില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി വ്യക്തമാക്കി. നയതന്ത്ര ചർച്ചകളൊക്കെ പരാജയപ്പെടുമ്പോൾ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ ഇറാനെ കീഴ്പ്പെടുത്താമെന്ന് അമേരിക്ക കരുതരുതെന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഈ ഹോർമൂസിൽ വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്കിന്റെ ഒമാൻ ഭാഗത്തുകൂടി കപ്പലുകൾക്ക് വളരെ സുരക്ഷിതമായിട്ട് കടന്നുപോകാൻ അനുവദിക്കാമെന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പുതിയ നിർദ്ദേശം. സമാധാന കരാർ ഉറപ്പാക്കുകയാണെങ്കിൽ ഈ കപ്പലുകളെ ആക്രമിക്കില്ല എന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ ഒരു സുപ്രധാന ചർച്ച നടന്നു. ഇറാനും അതുപോലെ UAEയും തമ്മിൽ ഉന്നതതല ചർച്ച നടത്തിയായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫുമായിട്ടാണ് ടെലിഫോണിൽ സംസാരിച്ചതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം ഈ സംഘർഷങ്ങളൊക്കെ നടക്കുമ്പോൾ അമേരിക്കൻ വിപണിയിൽ വലിയ മുന്നേറ്റമാണ് ഇന്നും സംഭവിച്ചത്. ഇന്ന് വ്യാപാരം അവസാനിക്കുമ്പോൾ S&Pയും അതുപോലെ നാസ്ഡാക്കും ഒക്കെ വലിയ രീതിയിൽ ആണ് വ്യാപാരം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമൽ, അമൃത. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇറാൻ ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന UAEയിലെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. വിദ്യാഭ്യാസ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. സർവകലാശാലകളിലെ പഠനവും തിങ്കളാഴ്ച മുതൽ ക്ലാസ് മുറികളിലേക്ക് മാറും. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഫെബ്രുവരി 28-നാണ് UAEയിലെ സ്കൂളുകൾക്ക് പൂട്ടുവീണത്. ഓൺലൈൻ പഠനം പുരോഗമിക്കവേ ഗൾഫ് മേഖലയിലെ ആക്രമണം അവസാനിച്ചതോടെയാണ് സ്കൂളുകളും സർവകലാശാലകളും തുറക്കാൻ തീരുമാനമായത്. വിദ്യാഭ്യാസ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ യോഗത്തിൽ തിങ്കളാഴ്ച മുതൽ പഠനം ക്ലാസ് മുറികളിലേക്ക് മാറ്റാൻ തീരുമാനമായി. നഴ്സറികൾ മുതൽ സർവകലാശാലകൾ വരെ തിങ്കളാഴ്ച തുറക്കും. ഹൈബ്രിഡ് ക്ലാസുകൾ നടത്താൻ സ്വകാര്യ സ്കൂളുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. 50 ദിവസത്തിനു ശേഷം സ്കൂളുകൾ തുറക്കുമ്പോൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാനും വിദ്യാഭ്യാസ മാനവ വിഭവശേഷി മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിന് മുൻതൂക്കം നൽകുന്ന നിലയിലാകും ആദ്യ ദിവസങ്ങളിൽ ക്ലാസുകൾ ക്രമീകരിക്കുക. ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ ഇന്ത്യൻ സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകളിലൂടെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരുന്നു. 24 ദുബായ്. സംസ്ഥാനത്ത് ഈ മാസം 19 വരെ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത. ജിബിൻ JB ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, ചൂട് കനക്കുകയാണ്. എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മളോട് ഇതിനെ പ്രതിരോധിക്കുവാൻ മറികടക്കുവാനൊക്കെ നൽകിയിരിക്കുന്നത് ആരോഗ്യവകുപ്പും മറ്റും? ഗുഡ് മോർണിംഗ് അമല ആൻഡ് അമൃത. സംസ്ഥാനത്ത് ചൂട് പ്രതിദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ താപനിലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ മാസം 19-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം 15 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 2 ജില്ലകൾ ഒഴികെ, അതായത് വയനാട്, ഇടുക്കി ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകളും
യെല്ലോ അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ പാലക്കാടാണ് ഏറ്റവും അധികം താപനില റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തിയ താപനില എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഓരോ ജില്ലകളിലും മുൻപുണ്ടായിരുന്നതിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ എല്ലാ ജില്ലകളിലും ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ മുൻകരുതലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തെ കാര്യമാണ് എപ്പോഴും എടുത്തു പറയുന്നത്. നമ്മളും മുൻപ് പല സമയങ്ങളിലും ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറം വെയിലിൽ ചെയ്യുന്ന പണികൾ ചെയ്യുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ പണി ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇടവിട്ട നേരങ്ങളിൽ കൃത്യമായി തന്നെ വെള്ളം കുടിക്കണമെന്ന് കൂടി അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നിർജ്ജലീകരണം വന്ന് തളർന്നു വീഴാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കപ്പെടുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വേനൽ ചൂട് കനക്കുന്ന സമയത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചിരുന്നു. പക്ഷേ ഈ വരുന്ന 3 ദിവസത്തേക്ക് സംസ്ഥാനത്ത് ഒരിടത്തും തന്നെ അങ്ങനെ ഒരു വേനൽ മഴയ്ക്കുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ വേനൽ മഴ കൂടി ഇല്ലാത്ത സാഹചര്യം വരുന്നതോടെ തന്നെ പലയിടങ്ങളിലും വീണ്ടും താപനില ഉയരാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. നിലവിൽ ഈ 25 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് താപനില രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഇടുക്കിയിലും വയനാട്ടിലും മാത്രമാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഈ കുറുവാ ദ്വീപിന് സമീപവും പിന്നീട് വാഗമൺ, മൂന്നാർ മേഖലകളിലുമാണ് 25 ഡിഗ്രി സെൽഷ്യസിന് താഴോട്ട് താപനില രേഖപ്പെടുത്തിക്കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 19-ാം തീയതി വരെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ജിബിൻ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് രേഖപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം റെക്കോർഡിലേക്ക് വൈദ്യുതി ഉപയോഗം എത്തിയത്. 6000 മെഗാവാട്ടിലേക്കാണ് വൈദ്യുതി ഉപയോഗം പ്രതിദിന ഉപയോഗം എത്തുകയും ചെയ്തിട്ടുള്ളൂ. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടുമ്പോൾ പവർ കട്ട് വരുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തത്. ഇതിന് ഒരു തടയിട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്തത്. അതായത് കഴിഞ്ഞ ദിവസമാണ് പ്രതിദിനത്തെ വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത് 6000 മെഗാവാട്ടിലേക്ക് എത്തി. ഇതിൻ്റെ സാഹചര്യത്തിലാണ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത്. അതായത് നിലവിൽ കേരളത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. വൈദ്യുതിക്ക് പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാങ്ങേണ്ടി വന്നാൽ പോലും നിലവിൽ വൈദ്യുതിയുടെ സബ്ചാർജോ വൈദ്യുതി ചാർജോ ഒന്നും തന്നെ കൂടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വൈദ്യുതി മന്ത്രി എടുത്തു പറയുന്നത്. കാരണം ഇത് അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം സംസ്ഥാനത്ത് ഇപ്രാവശ്യം വേനൽ ചൂട് കനക്കുമെന്നുള്ള കാര്യം മുൻകൂട്ടി തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, കാരണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ പകൽ സമയത്തും രാത്രി സമയത്തും ഒക്കെ തന്നെ ഒരേപോലെ ചൂടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈ ഫാനൊന്നും ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം വൈദ്യുതി ഉപയോഗം വരികയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വീടുകളിൽ മാത്രമല്ല, വീടുകളിലും ഓഫീസുകളിലും എല്ലാം ഒരേപോലെ മുഴുവൻ സമയം വൈദ്യുതി ഉപയോഗം ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ റെക്കോർഡിലേക്ക് വൈദ്യുതി ഉപയോഗം എത്തുകയും ചെയ്തിട്ടുള്ള 6000 മെഗാടണിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെയും അത്രയും വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിലും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് മന്ത്രി പറയുന്നത്. പ്രത്യേകിച്ച് വൈദ്യുതി പ്രതിസന്ധി മാത്രമല്ല, എത്രയധികം വൈദ്യുതി ഉപയോഗിക്കുന്നതുകൊണ്ട് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും വൈദ്യുതി ചാർജ് നിലവിൽ കൂട്ടുന്ന ഒരു പരിപാടിയേ ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പ് മന്ത്രി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അമൃത ആൻഡ് അമൽ. ശരി ജിബിൻ, എന്തായാലും ചൂട് കുറയട്ടെ, വൈദ്യുതി നിരക്ക് കൂടാതിരിക്കട്ടെ അല്ലേ? തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ചൂടാണ്. നമുക്ക് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് കൂടി പോകാം. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം 6 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ മുന്നണികളും പാർട്ടികളും അവസാനഘട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ്. അവസാന ദിനങ്ങളിൽ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിനാണ് മുന്നണികൾ പ്രാധാന്യം നൽകുന്നത്. ഇന്നലെ തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ് ചെന്നൈയിൽ പര്യടനം നടത്തി. നാഗർകോവിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് നാമക്കല്ലിലും പെരുമ്പലൂരിലും പര്യടനം നടത്തും. രാഹുൽ ഗാന്ധിയും അടുത്ത ദിവസം തമിഴ്നാട്ടിലെത്താൻ സാധ്യതയുണ്ട്. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ് മൂർത്തി, വലിയ ആവേശമാണ്. ഇന്നലെ പ്രധാനമന്ത്രി എത്തി ആളുകളെ ഇളക്കി മറിച്ചിരുന്നു നാഗർകോവിലിൽ. വിജയുടെ പര്യടനവും വലിയ ജനപങ്കാളിത്തത്തോടു കൂടി നടക്കുകയാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ എന്തൊക്കെയാണ്? അമൃത, ഇന്നിപ്പോൾ പ്രധാനം TVKയുടെ ഈ പറഞ്ഞ പ്രകടന പത്രിക പുറത്തിറക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിജയ് പ്രസംഗത്തിനിടെ പലയിടങ്ങളിലും പോകുമ്പോൾ പ്രസംഗത്തിനിടെ പല വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട്. എന്തായാലും അതിപ്പോൾ ഒരു പ്രകടന പത്രികയായി ഇന്നിപ്പോൾ പുറത്തിറങ്ങും, പൂർണ്ണമായ രൂപത്തിൽ പുറത്തിറങ്ങും എന്നുള്ളതാണ്. അത് വൈകിട്ട് 3 മണിക്കാണ് ചെന്നൈയിൽ വെച്ചാണ് വിജയ് തന്നെയാവും അത് പുറത്തിറക്കുക എന്നുള്ളതാണ്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലേക്കാണ് ഇനിയിപ്പോൾ നേതാക്കളെല്ലാം തന്നെ വരുന്നത്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്നിപ്പോൾ നാമക്കലിലും പെരമ്പലൂരിലുമാണ് പ്രചാരണം നടത്തുന്നത്. എടപ്പാടി പളനിസ്വാമി ആണെങ്കിലും ഈ മധ്യ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണ പരിപാടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ ആണെങ്കിലും എം കനിമൊഴി എം പി ആണെങ്കിലും ഒക്കെ ഏകദേശം ചെന്നൈക്ക് അടുത്തുള്ള മേഖലകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി 6 ദിവസം മാത്രമാണ് പ്രചാരണത്തിന് ബാക്കിയുള്ളത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള പ്രചാരണത്തിലേക്കായിരിക്കും എല്ലാ മുന്നണികളും എത്തുക. ഇന്നലെ ഇപ്പോൾ വിജയ് വന്ന പര്യടനം നടത്തുകയും ചെയ്യുന്നു. വലിയ ജനപങ്കാളിത്തം അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഇന്നത്തെ പ്രധാന ഇവന്റ് എന്ന് പറയുന്നത് TVKയുടെ ഈ ഒരു പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങ് തന്നെയാണ്. അത് വൈകുന്നേരം 3 മണിക്ക് ചെന്നൈയിൽ വെച്ചാണ് വിജയ് അത് പുറത്തിറക്കുകയും ചെയ്യുക. അമൃത. ശരി, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ TVKയുടെ റാലികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് വിജയ്. അതൊക്കെ പ്രകടന പത്രികയിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. വൈകിട്ട് വരെ കാത്തിരിക്കാം. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം ഉയർത്തിയാണ് മമതയുടെ പ്രചരണം. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങൾ മാത്രം പരിശോധിക്കുന്നുവെന്നും മമതാ ബാനർജി ആരോപണമുയർത്തി. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, എങ്ങനെയാണ് ബംഗാളിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ പുരോഗമിക്കുന്നത്? വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ BJPയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ പരസ്പരം ഉന്നയിക്കുന്നുണ്ടല്ലോ. അമൃതാവിൽ ഈ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നണികൾ ശക്തമായ പ്രചരണം തന്നെയാണ് ഈ ബംഗാളിൽ നടത്തിവരുന്നത്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് അവരുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആ പ്രചരണം കേന്ദ്രമന്ത്രിമാരടക്കം ബംഗാളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രചരണത്തിന് ഇത്തരത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് അവർ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ കൂടുതലായി അവിടെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ TMC തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറെ വെല്ലുവിളി BJPക്കെതിരെ സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം അത് തെരഞ്ഞെടുപ്പിൽ ആകെ TMC ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഈ ഐപെക്കിലെ ഡയറക്ടറെ ED അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ അത്തരം പ്രചരണങ്ങളിലേക്ക് കൂടി തൃണമൂൽ കോൺഗ്രസ് കടക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങൾ മാത്രം പരിശോധിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ദേശീയ നേതാക്കളെ അണിനിരത്തി BJP ഒരു സൈഡിൽ പ്രചരണം ശക്തമാക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾക്കെതിരെയും അതുപോലെ തന്നെ SIR-നെതിരെയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയുള്ള പ്രചാരണമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ കോൺഗ്രസും CPIയും ശക്തമായ ഒരു തിരിച്ചുവരവിനായുള്ള തരത്തിലുള്ള പ്രചരണവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ മാസം 23-നാണ് ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 152 മണ്ഡലങ്ങളിലായിട്ടാണ് ഈ വോട്ടെടുപ്പ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ പൂരത്തിന് കൊടിയേറുമ്പോൾ കൊല്ലം ജില്ലയിലെ തൃക്കടവൂരുകാരും അഭിമാനത്തിന്റെ നെറുകയിലാണ്. ഇത്തവണ പൂരത്തിന് പാറമേക്കാവിന്റെ നായകനായി തിടമ്പേറ്റുന്നത് തൃക്കടവൂർ ശിവരാജു ആണ്. തങ്ങളുടെ ഗജവീരൻ തിടമ്പുമായി കോട്ടവാതിൽ കടന്നുവരുന്നത് കാണാൻ ഒരു നാട് ഒന്നാകെ കാത്തിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിനെ നേരിട്ട് വിളിച്ച് പാറമേക്കാവ് അധികൃതർ അറിയിക്കുകയായിരുന്നു ശിവരാജുവിനെ പൂരത്തിൽ പങ്കെടുപ്പിക്കണമെന്ന്. വൈദ്യപരിശോധന പൂർത്തിയായി. പൂരനാളിനായുള്ള തയ്യാറെടുപ്പുകളിലാണ്. പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ശിവരാജു പൂരത്തിൽ പങ്കെടുത്തത്. പക്ഷേ തിടമ്പേറ്റുന്നത് ഇതാദ്യമായാണ്. പാറമേക്കാവിലെ തിടമ്പ് കയറ്റാനായിട്ട് ശിവരാജിനൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതിനെല്ലാം റെഡിയായിരിക്കുന്നു. 24-ാം തീയതി പോകും. നമുക്കുള്ള ഭഗവാന്റെ കാര്യം കൊണ്ടായിരിക്കും അത് നമുക്കൊരു വാർത്ത ആയി എല്ലാവർക്കും സന്തോഷമായ വാർത്തയാണത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ഗജരാജ പട്ടം നൽകി ആദരിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര, വൈക്കം, തിരുനക്കര, തുറവൂർ, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഹരിപ്പാട്, ആറ്റുകാൽ എന്നീ ക്ഷേത്രങ്ങളുടെ ആറാട്ട് തിടമ്പ് ശിവരാജുവിനാണ്. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ കൊമ്പനാണ് ശിവരാജു. ശിവരാജുവിനെ പാറമേക്കാവിൽ തിടമ്പേറ്റുന്നതിന് വേണ്ടി ഒരവസരം കിട്ടിയിരിക്കുകയാണ്. നേരത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും തിടമ്പേറ്റുന്ന ഒരു പരിപാടി
കിട്ടിയില്ലായിരുന്നു. അത് ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ച് ഇന്നിപ്പോൾ അത് വന്നു ചേർന്നു. നാട്ടുകാരും ഒരുപാട് വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് നിൽക്കുക. ഈ തലം പറ്റുന്ന കാണുന്നതിന് വേണ്ടി, ശിവരാജനെ കാണുന്നതിന് വേണ്ടി ആളുകളെല്ലാം ഉത്സാഹത്തോട് കാത്തു നിൽക്കുക എട്ടേരയിലെ ഭക്തജനങ്ങൾ. ശാന്തനായ തൃക്കടവൂരിന്റെ ഗജവീരന് ആരാധകരേറെയാണ്. ഏപ്രിൽ 26 നടക്കുന്ന തൃശൂർ പൂരത്തിന് ഒരു നാട് ഒന്നാകെ കാത്തിരിക്കുകയാണ്. നെറ്റിപ്പട്ടം കെട്ടി പാറമേക്കാവിന്റെ തിടമ്പേറ്റി തൃക്കടവൂർ ശിവരാജു തെക്കേ ഗോപുര നട തുറന്നു വരുന്ന കാഴ്ചയ്ക്കായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏറ്റവും ഉയരമുള്ള ഗജവീരൻ ശിവരാജു പാറമേക്കാവിന്റെ തിടമ്പേറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത്തവണത്തെ പൂരം അത് തൃക്കടവൂരിന്റെ കൂടിയാണ്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ഇന്ത്യയുമായുള്ള വ്യാപാര പങ്കാളിത്തത്തിൽ അമേരിക്കയെ മറികടന്ന് ചൈന 2025-26 കാലയളവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായത് ചൈനയാണ്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി 16% വർദ്ധിച്ചിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, ഏറെ നാളായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല. പക്ഷേ പിന്നീട് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായോ നമ്മൾ കണ്ടതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണോ ഈ ഇറക്കുമതി 16% വർദ്ധിക്കുവാനുള്ള ഒരു കാരണം? അമൽ, ഈ ഗാൽവൻ സംഘർഷത്തെ തുടർന്നായിരുന്നു ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു വിള്ളലുകൾ ഉണ്ടാവുന്നതും തുടർന്ന് ഇത്തരത്തിൽ ഉഭയകക്ഷി ബന്ധം അതിൽ ചില തരത്തിലുള്ള പരസ്പര രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായി അത് ഉടലെടുക്കുകയും ചെയ്തത്. എന്തായാലും അതിനെല്ലാം ശേഷം ഇന്ത്യയും ചൈനയും വീണ്ടും അടുക്കുന്നതാണ് കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കണ്ടത്. പലതരത്തിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇന്ത്യയുമായുള്ള ഏറ്റവും കൂടുതൽ വ്യാപാര പങ്കാളിത്തം ഇപ്പോൾ ചൈനയ്ക്കാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 2025-26 കാലയളവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായത് ചൈനയാണ്. ചൈനയുമായുള്ള ഉഭയകക്ഷി വ്യാപാരം $151.1 ബില്യൺ എത്തി എന്നതാണ് കേന്ദ്ര സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചൈനയുമായുള്ള പക്ഷേ വ്യാപാര കമ്മി അത് 25-26 കാലയളവിൽ $112.16 ബില്യൺ വർദ്ധിച്ചതായും കേന്ദ്ര സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി അത് 16% വർദ്ധിച്ചു. 2024-25 കാലയളവ് വരെ ഏതാണ്ട് 4 വർഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിത്തം US-ഉമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി ഇപ്പോൾ ചൈനയുമായിട്ടാണ് അത്തരമൊരു പങ്കാളിത്ത കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഇതിനു മുൻപ് 2013-14 മുതൽ 17-18 വരെയും ചൈനയുമായി ഇന്ത്യക്ക് അടുത്ത വ്യാപാര പങ്കാളിത്തം ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗാൽവൻ സംഘർഷത്തെ തുടർന്നായിരുന്നു അതിലൊരു വിള്ളലുകൾ ഉണ്ടാകുന്നത്. തുടർന്ന് UAE ഒപ്പം തന്നെ US, പിന്നീട് ഈ 2021-22 മുതൽ US ആണ് ഇന്ത്യയുമായുള്ള വ്യാപാര പങ്കാളിത്തത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കണക്കുകൾ പറയുന്നത് ചൈനയുമായാണ് ഇന്ത്യയുടെ വ്യാപാര പങ്കാളിത്തം. അത് US-നെ മറികടന്നുകൊണ്ട് ചൈന ആ സ്ഥാനം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഹജ്ജ് സീസണിൽ അനുമതിയില്ലാതെ മക്കയിൽ പ്രവേശിക്കുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച് സൗദി അറേബ്യ. ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മക്കയിൽ പ്രവേശിക്കുന്നവർക്കും അവർക്ക് സഹായം നൽകുന്നവർക്കും 1 ലക്ഷം റിയാൽ വരെ പിഴയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷകളാണ് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് അവസാന വാരം നടക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുണ്യഭൂമിയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പ്രത്യേക പെർമിറ്റ് ഇല്ലാത്തവർ മക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. അനുമതിയില്ലാതെ മക്കയിൽ പ്രവേശിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്യാനോ മക്കയിൽ പ്രവേശിക്കാനോ ശ്രമിച്ചാൽ 20,000 റിയാൽ വരെ പിഴ ചുമത്തും. സന്ദർശക വിസയിലുള്ളവർക്ക് ഏപ്രിൽ 18 മുതൽ മെയ് 31 വരെ മക്കയിലും പരിസരങ്ങളിലും പ്രവേശിക്കുന്നതിനും താമസിക്കുന്നതിനും കർശന വിലക്കുണ്ട്. നിയമലംഘകർക്ക് സഹായം നൽകുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കും. നിയമലംഘകർക്ക് വിസ നൽകുന്നവർ, അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്നവർ, യാത്രാ സൗകര്യം നൽകുന്നവർ എന്നിവർക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. താമസ സൗകര്യം നൽകുന്ന ഹോട്ടലുകൾക്കും കെട്ടിടമുടമകൾക്കും നടപടി നേരിടേണ്ടി വരും. നിയമലംഘകരുടെ എണ്ണത്തിനനുസരിച്ച് പിഴ കൂടും. യാത്രാ സൗകര്യം നൽകുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടും. നിയമം ലംഘിക്കുന്ന പ്രവാസികളെ സൗദിയിൽ നിന്ന് നാടുകടത്തുകയും അടുത്ത 10 വർഷത്തേക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. ശിക്ഷാ നടപടികൾ നേരിടുന്നവർക്ക് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ടാകും. വിശ്വാസികൾ ഔദ്യോഗിക ഹജ്ജ് പെർമിറ്റുകൾ ഉറപ്പാക്കണമെന്നും നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. ജലീൽ കണമകലം, 24 ജിദ്ദ.
സൗദി കിരീടാവകാശിയും പാക് പ്രധാനമന്ത്രിയും ജിദ്ദയിൽ കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന അമേരിക്ക ഇറാൻ ചർച്ചകളുടെ വിവരങ്ങൾ മുഹമ്മദ് ബിൻ സൽമാനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ധരിപ്പിച്ചു. ജലീൽ കണ്ണമംഗലമുണ്ട് വിവരങ്ങളുമായി. ജലീൽ, എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അമൃത, സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്നത്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ജിദ്ദയിലെ അൽസലാം കൊട്ടാരത്തിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന നിർണായക ചർച്ചകളാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന അജണ്ടയായത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് സൗദി കിരീടാവകാശി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഈ അമേരിക്ക ഇറാൻ ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് ഷഹബാസ് ഷെരീഫ് കിരീടാവകാശിയെ ധരിപ്പിച്ചു. പാകിസ്ഥാൻ സർക്കാർ നടത്തുന്ന ഇത്തരം സമാധാന ശ്രമങ്ങളെയും പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ പങ്കിനെയും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രത്യേകം അഭിനന്ദിച്ചു. ഈ അമേരിക്ക ഇറാൻ ഒന്നാം റൗണ്ട് ചർച്ചകളുടെ പുരോഗതിയും ആ ചർച്ചയിൽ നേരിട്ട വെല്ലുവിളികളും പാക് പ്രധാനമന്ത്രി സൗദി കിരീടാവകാശിയുമായി പങ്കുവച്ചു. അടുത്ത ഘട്ട ചർച്ച എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വിഷയമാണ് പ്രധാനമായും ഇരുവരും ചർച്ച നടത്തിയത്. ഗൾഫ് രാജ്യങ്ങളുടെ കൂടി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ച് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. പാക് സൈനിക മേധാവി അസീം മുനീർ ഇതേസമയം ഇറാനിൽ സന്ദർശനം നടത്തുന്നു. ഈ രണ്ടാം ഘട്ട ചർച്ചയുടെ അജണ്ട നിശ്ചയിക്കുക എന്നത് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയുടെയൊക്കെ ലക്ഷ്യം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹോർമുസ് പ്രതിരോധം തുടർന്നാൽ അത് യമനിലെ ഹൂത്തികളെ ഉപയോഗിച്ച് ചെങ്കടൽ പാത തടയും എന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. ഇത് സൗദിയെയാണ് പ്രധാനമായും ബാധിക്കുക. ഈ പശ്ചാത്തലത്തിൽ ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ചകൾക്ക് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുണ്ട്. ഇതെല്ലാം പാക് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ കരാറിന്റെ പുരോഗതിയും പാക് പ്രധാനമന്ത്രിയും സൗദി കിരീടാവകാശിയും ചർച്ച ചെയ്തു എന്നതാണ്. സൗദിക്ക് നേരെയുള്ള ആക്രമണങ്ങളെ പാകിസ്ഥാന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി ഒരുമിച്ച് നേരിടും എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പല വ്യവസ്ഥകളും ഈ കരാറിൽ പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പാക് വ്യോമസേനയുടെ വലിയൊരു സംഘവും അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഒക്കെ സൗദിയിൽ എത്തിയിട്ടുണ്ട്. സംയുക്ത സൈനികാഭ്യാസത്തിന്റെ ഭാഗമായാണ് ഇത് എന്നാണ് വിശദീകരണം. മറ്റൊരു കാര്യം, പാകിസ്ഥാന് സൗദി നൽകുന്ന സാമ്പത്തിക സഹായവും പാക് സൗദി ഈ ചർച്ചയായി എന്നാണ് വിവരം. ഏതായാലും ഈ മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്ക് ഉറച്ച പിന്തുണയാണ് സൗദി നൽകുന്നത്. സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ, വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ, പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ദാർ തുടങ്ങിയവരൊക്കെ ചർച്ചയിൽ പങ്കെടുത്തു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷഹബാസ് ഷെരീഫ് ജിദ്ദയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. തുർക്കി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും പാക് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട് എന്നാണ് വിവരം. ഏതായാലും ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.